ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് തണുപ്പ്? ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം ഭയങ്കര തണുപ്പാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ രാവിലെ എണീച്ചാൽ തണുപ്പ് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നലില്ല കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിരിക്കണേ കേട്ടോ. വെള്ളം കുറച്ചൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേ. തലേ ദിവസം പച്ചരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച പാടന്നെ കുറച്ച് വെള്ളം നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ പച്ചരിക്ക് ഒഴിച്ച് വെച്ച് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് സെറ്റായി വന്നോളും. 2 ദിവസമായിട്ട് ഇങ്ങനെ നാളെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. രാവിലെ എണീച്ച് വരുമ്പോൾ ഭയങ്കര തണുപ്പാകുമ്പോൾ പിന്നെ എനിക്ക് അതിനൊരു മടി വരും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ മടിയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ രാവിലെ എണീച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ എഴുതാനും കുത്താനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം എഴുതിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാനുണ്ടാവും. ഡെയിലി ഒന്നും എഴുതൂല, വല്ലപ്പോഴും മാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കി വെച്ചിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടികൾക്ക് കിടക്കാൻ. നമ്മുടെ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ ഒഴിഞ്ഞിരിക്കണ്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ഫില്ലാക്കി കൊടുക്കട്ടെ കേട്ടോ. പുതിയ വെളിച്ചെണ്ണ കുപ്പി ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. കാരണം തണുപ്പ് കാലം ഒന്ന് കഴിയട്ടെ എന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പാത്ത് വെച്ചേക്കാണ് കേട്ടോ ഞാനത്. അപ്പോൾ ഇപ്പം നമ്മൾ പച്ചരി കൊഴിച്ച് വെള്ളത്തിൻ്റെ ചൂടൊക്കെ പോയിരിക്കണ്. നമ്മൾ പച്ചരിയൊക്കെ ഏകദേശം കുതിർന്ന് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പം ഇതൊന്ന് കേക്കിട്ടുണ്ട് അരച്ചെടുക്കുക, അത് തന്നെയാണ് പരിപാടി. അപ്പം ചിലപ്പോൾ ഓട്ടടക്കൊക്കെ വെള്ളത്തിന് ഇടാൻ മറന്നുകണമെങ്കിൽ ഇപ്പം ഞാൻ രാവിലെ എങ്ങനെയാണ് കേട്ടോ ചെയ്യുക. രാവിലെ നേരത്തെ എണീക്കും ഞാൻ. അപ്പം എനിക്ക് ചിലപ്പോൾ കുറച്ച് നേരം എഡിറ്റിങ്ങിൻ്റെ പരിപാടികളും അങ്ങനെയൊക്കെ നിസ്കാരം കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് സെറ്റായി വന്നും ചെയ്തോളും. അപ്പോൾ കേക്ക് കൊണ്ടുവന്ന് ഇനി മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. എൻ്റെ മിക്സിൻ്റെ ഒച്ച ഭയങ്കര എക്സ്ട്രീം ലെവലാണ് കേട്ടോ. അയൽവക്കക്കാർ വരെ നീച്ചാത്തോലൊക്കെ ഉണ്ടെങ്കിൽ നീച്ചോളും. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവില്ല ഈ വെളിച്ചെണ്ണ കുപ്പിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കും തുറച്ചു. അപ്പം മനസ്സിലാക്കാമല്ലോ തണുപ്പ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. സ്നോ വീണില്ല എന്നുള്ളതേ ഉള്ളൂ. തണുപ്പ് നല്ല അത്യാവശ്യം മാരക തണുപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പം ഇനി നമുക്ക് വേഗം ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഞാൻ വിചാരിച്ച് പോയിട്ട് അടുപ്പൊക്കെ കത്തിച്ചാലോന്ന്. പിന്നെ എനിക്ക് തണുപ്പ് കൊണ്ട് അതിനും ഒരു മടി. അപ്പം ഞാനിന്ന് ഗ്യാസ്മേ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഓയിൽ ബ്രഷൊക്കെ ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. 1-2 ആഴ്ച ആ ഒരു പുതുക്കിൽ ഞാൻ പുതിയണ്ടാവുമല്ലോ കുറച്ച് ദിവസം പെരയിൽ പണിയൊന്നും ഉറപ്പിച്ചാതെ നിൽക്കുന്ന അന്ന മാതിരി വലിയ പണിക്കൊന്നും ഞാൻ ഇറക്കിയിട്ടുണ്ടായില്ല കേട്ടോ. ഇന്നിപ്പോൾ ദാ ഞാൻ ഓയിൽ ബ്രഷ് ഇറക്കിയിരിക്കണ്. നിയമോൾ രാവിലെ തന്നെ പരാതിപ്പെട്ടി കൊണ്ടിട്ടാണ് കേട്ടോ വരുന്നത്. അതാണ് കടന്നിലെത്തിയ പോലത്തെ മൂന്ന. ഇന്നലെ ഇപ്പച്ചി ഓൾക്ക് എന്തോ സാധനം കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പച്ചി അത് വാങ്ങാൻ മറന്നുപോയി. അതിനുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിയമോൾ അവിടെ ഇരുന്ന് ഇളകിക്കൊണ്ട് നിൽക്കണ്ടേ. എൻ്റെ അപ്പച്ചട്ടിക്ക് ചില സമയത്ത് ചില സ്വഭാവങ്ങളാണ് കേട്ടോ. ഇന്ന് നല്ല കുട്ടിയാണ്. ഇങ്ങനെ നല്ല കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ എല്ലാ അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കും, എണ്ണ തടവി കൊടുക്കുമല്ലോ. ചില സമയത്ത് ഞാൻ ഇതേപോലെ എണ്ണ തടവാതെ ഒരൊന്നോ രണ്ടോ ദോശയൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ല രീതിയിലേക്കാരം ചെടി ഉണ്ടാവുക. ചില ദിവസം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി വിറകി ഇടങ്ങേറാക്കി കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല സ്വഭാവമാണ് ചെട്ടിക്ക്. അപ്പോൾ നേരൊക്കെ നല്ലപോലെ വെളുത്ത് വന്നിക്കണ്. വെയിലൊക്കെ ഇതാ വന്ന് തുടങ്ങി. അപ്പം നല്ല തണുപ്പ് ആയപ്പോൾ ഇന്ന് സേനമോനെയും കൊണ്ട് രാവിലെ തന്നെ ഒന്ന് വെയിൽ കായാന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പണ്ടുണ്ടല്ലോ നമ്മൾക്ക് കുട്ടികളായിരുന്ന സമയത്ത് രാവിലെ ഈ ഒരു തണുപ്പ് കാലമായ നല്ല പോലെ ഇലയും പൊഴിയുമല്ലോ. എന്നിട്ട് മുറ്റം അടിച്ചു വാരാൻ ഒരു ലോഡ് ഉണ്ടാവും. എന്നിട്ട് ഇതൊക്കെ പാടെ അടിച്ചു വാരി
കൂട്ടിയിട്ട് ഒരു ഭാഗത്തിട്ട് കത്തിച്ച് എന്നിട്ട് പിന്നെ അതിൻ്റെ തീയും കാഞ്ഞ് നിന്നീന ആ ഒരു കാലക്കല് അതൊക്കെ ഇങ്ങനെ മനസ്സിക്ക് ഓർമ്മ വരിക കേട്ടോ. ഇപ്പം ഞാൻ വെയിൽ കണ്ടപ്പോൾ ഭയങ്കര തണുപ്പ്, സിനിമോനും തണുത്തിട്ട് എൻ്റെ മേത്തുനിന്ന് ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ഓനെയും കൊണ്ട് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സിനിമോനും തന്നെ സന്തോഷമായിക്കണം കേട്ടോ ഓനെയും കൊണ്ട് വെയിലൊക്കെ കായാൻ വന്നപ്പോൾ. ഞങ്ങൾ വെയിൽ കായാലും ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ മുറ്റം അടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. സിനിമോൻ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, വലിയ സുജായി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്പൂണും ഒരു പാത്രമൊക്കെ ഇങ്ങനെ ഓല് കളിക്കണത് തന്നെയാണ് കേട്ടോ. അത് കൊണ്ടുപോയി കയ്യിൽ കൊടുത്തേക്കാണ് വെള്ളം താൽക്കാലികമായിട്ടൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി കുറച്ച് സമയം അതിലൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുമ്പോഴേക്കും വേഗം അവിടെ നിന്ന് അടിച്ചു വാരിയിട്ട് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് അധികമൊന്നും അടിച്ചു വരാനില്ല, 2 ദിവസം മുന്നേ അടിച്ചു വരായതുകൊണ്ട്. അപ്പോൾ ഞാൻ അതവിടെ തന്നെ ഇട്ടിട്ട് വേഗം ഒന്ന് കത്തിച്ച് കളയാണ് കേട്ടോ ഇല. അപ്പോൾ കത്തിക്കാൻ സമയമായപ്പോഴത്തേനും സെനിമോന് അവിടെ കളിച്ചുകൊണ്ടിരുന്ന സെനിമോന് വേഗം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഓടി പോയിട്ട് എടുത്തത്. എവിടെയെങ്കിലും വെച്ചാൽ നോക്കാം. അപ്പം ഇനി ഒന്ന് അടുപ്പ് കത്തിച്ചാണ്ട് നമുക്കൊന്ന് ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെക്കണം. തീപ്പെട്ടികൾക്ക് എവിടെയെന്ന് വെച്ച് കാണായിട്ടാണ് കേട്ടോ ആ തിരഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ തീപ്പെട്ടികൾക്ക് കിട്ടി. ഇതൊക്കെ വലിയ മട്ടക്കണയൊക്കെ കണ്ടോ, ഇതൊക്കെ അയലോക്കക്കാരത്തി തരുന്നതാണ് കേട്ടോ. ഓരോ പട്ടമ്പന്നല്ലല്ലോ, തെങ്ങുമ്പന്ന് ചാടുമ്പോൾ തരുന്നതാണ്. അപ്പോൾ ഓൽക്ക് ഉള്ളിൽ അടുപ്പും കാര്യങ്ങളൊക്കെ അധികം വിറകൊന്നും കത്തിക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള മട്ടക്കണയ്ക്ക് എനിക്ക് കിട്ടും കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതേപോലെ വെട്ടി കീറാതെ വെക്കും. പുറത്താകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ മെല്ലെ വെച്ചെടുത്താൽ മതി. എങ്ങനെയാണ്, എനിക്കും ലാഭപ്പണിയാണ്. അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് കത്തി പിടിപ്പിച്ചെടുക്കട്ടെ. അജു മദ്രസ നിന്ന് ഇന്റർവെല്ലേ ആയപ്പോൾ വണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ബെല്ലടിച്ചപ്പോൾ തിരിച്ചു ഓടിയതാണ് കണ്ടത്. എന്ത് തണുപ്പ് നേരം വെളുത്ത വളത്ത് കളിച്ചാ ഓന്റെ ഹോബീസ്. ടീച്ചർ വിച്ചോ? എന്താ ടീച്ചർ മരുന്ന് കഴിഞ്ഞു തേപ്പ്. സ്വിച്ച് ബോർഡൊക്കെ പൈപ്പ് ഇട്ടു വയറും സ്വിച്ച് ബോർഡൊക്കെ തേപ്പ് കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ സിനിമോന് ഇതാ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചറാണ് കേട്ടോ, അയലോക്കത്ത് തന്നെയാണല്ലോ ഞങ്ങൾക്ക് ടീച്ചർ. അപ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നതാണ് കേട്ടോ. ഞാൻ ക്യാമറ അവിടെ ഓണാക്കി വെച്ച കാര്യം പറഞ്ഞ് കുറേ സമയം ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മളെ തീ ഇങ്ങനെ പുകഞ്ഞ് നിന്ന് പിന്നെ അങ്ങോട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ വെള്ള തൊടുവൊക്കെ ഇറങ്ങിയതാണ്. അവിടെ ഒരു കാന്താരി മരമുണ്ട്. അപ്പം അതിൽ ഒരു 2 കാന്താരി പറിച്ചുകൊണ്ടിട്ട് 2 ഇല്ലി മുരിങ്ങ കിട്ടിയിരിക്കണം. അപ്പോൾ മുരിങ്ങ താളിച്ചുമ്പോൾ കാന്താരി ആണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കാന്താരിക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. അപ്പം അതാ ഇത്രയും കാന്താരി പറിച്ചിട്ടുള്ളൂ കേട്ടോ. തളിച്ചാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം പറിച്ചിട്ടുള്ളൂ. ബാക്കി പിന്നെ ആവശ്യമാകുമ്പോൾ മാത്രം പറിച്ചാൽ മതിയല്ലോ. കുറേ പറിച്ച് കൊണ്ടുവന്നിട്ടില്ലൊന്നുമില്ല ഞാൻ. മക്കൾ 3 ആളും ഇതാ ഇപ്പോൾ ഇവിടെ മുറ്റത്താണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അജു എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ സെനു ആണെങ്കിലോ അജുവിൻ്റെ പിന്നാലെയാണ് കേട്ടോ. അജു സെനുവിനെ കാണാണ്ടിരിക്കാനാണ് ഒരു മൂലൊക്കെ പോയിരുന്നിരിക്കുന്നത്. പക്ഷേ സെനു എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ.
ഇതൊക്കെ ഓല് കളിച്ചിന പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ വെച്ചിട്ട് മണ്ണിലും വെള്ളത്തിലും ഒക്കെയാണ് കളി. ഇപ്പൊ ഇന്നൊന്നും പ്രത്യേകിച്ച് കളിച്ചാൻ കൂട്ടുകാരൊന്നും ഇല്ല കേട്ടോ, എല്ലാരും വരുന്നേക്കണ്. അതുകൊണ്ട് കൊല്ല് മാത്രമായിട്ട് ഇപ്പൊ ഇങ്ങനെ മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോറ് ഊറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ വൈകുന്നേരത്തിനുള്ളത് ആദ്യം ഊറ്റി മാറ്റി വെച്ചിരുന്നു. പിന്നെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കുകയാണ് നമ്മൾ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മുരിങ്ങൻ്റെ ഇല താളിപ്പാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ പച്ചമീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പച്ചമീൻ വാങ്ങിയിട്ട്. ഇപ്പം കുഞ്ഞുട്ടി മീൻ പുഴമീൻ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം അതിമ്മ ഇങ്ങനെ പോവലാണല്ലോ. ഇന്നിപ്പം നമ്മുടെ ചാള മത്തിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ഒന്ന് താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇടയ്ക്ക് എത്തി നോക്കണം എന്താ വെച്ചാൽ വാതിലവിടെ തുറന്നിട്ടിട്ട് സെനുവോനവിടെ വാതിൽക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവനെ കാണും വേണം, എനിക്കിവിടെ നിന്ന് പണിയെടുക്കും വേണം, അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ വേഗം ഒരു താളിപ്പ് ഉണ്ടാക്കിയിരിക്കട്ടെ. രതീഷണ്ണനാണെങ്കിൽ ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അജുവിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒനേട്ടക്ക് റോട്ടിൽ ഇറങ്ങുമെന്നൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ നിന്ന് നോക്കണമുണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ പോയി കണ്ട് പിടിച്ചു കൊണ്ട് നിൽക്കണേ കേട്ടോ. അവെല്ലാം മുറ്റത്തൊക്കെ ഇറങ്ങൽ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം പോയി പിടിച്ചു കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം താളിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അങ്ങനെ ദാ മത്തി പൊരിച്ചിക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ. കുറേ ആയിട്ട് പൊരിക്കലില്ലേനു, പക്ഷെ കുട്ടികൾ ഇങ്ങനെ പൊരിച്ച് തരുമോ ചോദിച്ചപ്പോൾ പൊരിച്ചെടുത്ത്. അതേപോലെ തന്നെ മുരിങ്ങ താളിപ്പും ഒക്കെ റെഡിയായി. അപ്പം ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ കാര്യം. ഇനിയിപ്പോൾ മുന്നത്തെ വീഡിയോ ഒന്നും കാണാത്തവർ ചോദിക്കുക എന്താ അപ്പോൾ കുട്ടികൾക്ക് മീൻ പൊരിച്ചു കൊടുത്താലേന്ന്. മഞ്ഞപ്പിത്തൊക്കെ ആയിട്ട് ഫ്രൈ ഐറ്റംസ് അധികം ഉണ്ടാക്കലില്ല കേട്ടോ. ഇന്നിപ്പോൾ മീൻ പൊരിച്ചതൊക്കെ കണ്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര ചോറ് തിന്നാനുള്ളൊരു ത്വര കേട്ടോ. അപ്പോൾ വേഗം അവൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേഴ്സറിയിൽ പോയിട്ട് അമൃതം പൊടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അമൃതം പൊടി കൊണ്ട് അധികം ഉണ്ടാക്കിയതാ ഈ സാധനമാണ് കേട്ടോ. പുട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. തേങ്ങ അല്ലെങ്കിലും അതുകൊണ്ട് വെച്ച് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും കഴിക്കും. പിന്നെ ഇതിൽ ബിസ്ക്കറ്റോ കുക്കീസൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഫോട്ടോയിലുണ്ട്. എന്തൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുവാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും. ബൈ ബൈ.